പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമിനീര് മാത്രം പഠിച്ചാൽ മതി എന്നാണ് നബി തങ്ങളെ മനസ്സിലാക്കാൻ. ആദ്യമായി മദീനയിലേക്ക് 6-ാമത്തെ വയസ്സിൽ പോയി ഉമ്മാൻ്റെ ഒപ്പം. തിരിച്ചു വരുമ്പോൾ അബവ എന്ന സ്ഥലത്ത് വെച്ച് ഉമ്മ മരണപ്പെട്ടു. കൂടെ ഒരടിമയാണ് ഉണ്ടായിരുന്നത്. നാട്ടിലേക്ക് മടങ്ങി. മദീനയിൽ നിന്നും മക്കയിലേക്ക് ഒട്ടകങ്ങൾ വരുന്ന മലമ്പാതയിലാണ് അബവ എന്ന് പറയുന്ന സ്ഥലമുള്ളത്. അതുകൊണ്ട് തന്നെ പൊടി പാറിയിട്ടും അലർജി ഉണ്ടായിട്ടും തിരിച്ചു വന്നപ്പോൾ നബിതങ്ങൾക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചെങ്കണ്ണ് രോഗം പിടിപെട്ടു. വാപ്പ നേരത്തെ മരിച്ചിട്ടുണ്ട്, ഉമ്മ വഴിയിൽ വെച്ച് മരണപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് മക്കക്കാര് നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട വൈദ്യന്റെ അടുക്കൽ കൊണ്ടുപോകാൻ തീരുമാനിച്ചു. നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ മെഡിക്കൽ കോളേജിൽ തന്നെ കൊണ്ടുപോകാൻ തീരുമാനിച്ചു. ദണ്ണം ചെങ്കണ്ണാണ്, പക്ഷെ ഒരു കൊണ്ടുപോകാൻ തീരുമാനിക്കുന്നത് മെഡിക്കൽ കോളേജിലേക്കാണ്. അന്നത്തെ മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞത് കലേഡിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എന്ന സ്ഥാപനമാണ്. പേര് ഞാൻ ഇട്ടതാണ്. ഹാരിസ് ഇബ്നു കൽദ എന്ന പേരായ ഒരാളായിരുന്നു അന്നത്തെ ഏറ്റവും വലിയ ചികിത്സകൻ. അപ്പം ഞാൻ അതിനൊരു പേരിട്ട് കലേഡിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. അതിനെ കൊണ്ടുപോയി. അതാണ് അന്ന് ഗ്രീക്കിൽ പോയി വൈദ്യം പഠിച്ചു വന്നയാളായിരുന്നു ഹാരിസ് ഇബ്നു കൽദ എന്ന് പറയുന്ന ആള്. അലർത്ത് കൊണ്ടുപോയി മെഡിക്കൽ കോളേജ്. അതാണ് മെഡിക്കൽ കോളേജ് ചെന്നേക്കിന് അവിടുത്തെ പ്രധാനപ്പെട്ട ഡോക്ടർ ഒരു സ്റ്റൂൾ ഇട്ടിട്ട് കുട്ടിനെ അയിമ അങ്ങനെ കയറ്റി നിർത്തി. എന്നിട്ട് തല മുതൽ കാല് വരെ മൊത്തത്തിൽ ഇങ്ങനെ പരിശോധിച്ചിട്ട് കുട്ടിയുടെ വായയിൽ നിന്ന് ഉമിനീരെടുത്ത് കണ്ണിൽ തേച്ചു കൊടുത്തു. ചെങ്കണ്ണ് മാറി എന്നുള്ളതാണ് ചരിത്രം. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമിനീരിന്റെ പ്രാധാന്യത്തെ ആദ്യമായി തിരിച്ചറിയുന്നത് മക്കയിലെ കലേഡിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആയിരുന്നു. അങ്ങനെ പോയിട്ട് പറയരുതേ, പേര് ഞാൻ ഇട്ടതാണ്. ആ വിഷയം മനസ്സിലാകാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് കണ്ടുപിടിച്ചു. പിന്നെ അവിടുന്ന് ഇങ്ങനെ തുടങ്ങുകയാണ്, ഒരു മനുഷ്യനെ പഠിക്കാൻ ഉമിനീര് പഠിച്ചാൽ മതി, ബാക്കിയുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ എന്നാണ് ഞാൻ പറഞ്ഞത്. ബാക്കിയൊക്കെ ഉണ്ട്, എന്നാൽ അത് മാത്രം പഠിച്ചാൽ തന്നെ ഒരാളെ കിട്ടും. അതന്നെയാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ കാലിമീൻ തേച്ചു കൊടുത്തത്. ഒരിക്കൽ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ ചെന്നു. ഫാത്തിമ ബീവിക്ക് ഭക്ഷണം കഴിക്കാത്തതിന്റെ അസ്വസ്ഥതകളുണ്ട്. നബി തങ്ങൾ ചോദിച്ചു, ഫാത്തിമ ഭക്ഷണം കഴിച്ചിട്ടില്ലേ? ഫാത്തിമ ബീവി പറഞ്ഞു, റളിയല്ലാഹു അൻഹ കഴിച്ചിട്ടില്ല. നബി തങ്ങളുടെ കയ്യിൽ കൊടുക്കാൻ പൈസയൊന്നുമില്ല. അവിടുന്ന് ഇറങ്ങി ഇങ്ങനെ കുറെ വീടുകളിൽ കൂടെ കയറി ഇറങ്ങിയിട്ട് ഇവിടെ എന്തെങ്കിലും വല്ല ജോലി ഉണ്ടോ എന്ന് അന്വേഷിച്ച് ഇങ്ങനെ നടന്നു. ഒരു പണിയും കിട്ടിയില്ല. കുറെ ദൂരം സഞ്ചരിച്ച് അവസാനം ഒരു ജൂതന്റെ വീട്ടിലെത്തി. ജൂതനോട് ചോദിച്ചു, ഇവിടെ വല്ല പണിയുണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ട് പറഞ്ഞു. നിങ്ങളെ കൊണ്ട് പറ്റുമോന്ന് അറിയില്ല പറഞ്ഞു. എന്താ ചോദിച്ചു? വെള്ളം കോരലാണ് പറഞ്ഞു. എന്താ കിട്ടാന്ന് ചോദിച്ചു. ഒരു ബക്കറ്റ് വെള്ളം കോരിയാൽ ഒരു കാരക്ക തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ജൂതന്റെ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളം കോരാൻ വേണ്ടി നിന്നു. നല്ല ആഴമുള്ള കിണറാണ്. വെള്ളം കോരിക്കഴിഞ്ഞാൽ ഒരു കാരക്ക കിട്ടും. 14 ബക്കറ്റ് വെള്ളം കോരിയപ്പോൾ കയറ് പൊട്ടിയിട്ട് ബക്കറ്റ് കിണറ്റിലേക്ക് വീണു. ജൂതന് ദേഷ്യം വന്നു. ആരെ പഞ്ഞതിൽ ഇറങ്ങാൻ കിട്ടുക? ഈ കിണറാണെങ്കിൽ അത്ര ആഴമുള്ള കിണറ്. കയ്യോണ്ട് മുഖത്തേക്ക് ഒരൊറ്റ അടിയൻ കൊടുത്തു പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തേക്ക്. എന്നിട്ട് അയാൾ അങ്ങാടിക്ക് പോയി. കിണറ്റിലിറങ്ങാൻ പറ്റിയ ആരെങ്കിലും കിട്ടുമെന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അങ്ങാടി ചെന്ന് എല്ലാവരോടും ഇങ്ങനെ പറഞ്ഞു, നമ്മളെ കിണറ്റിക്ക് ഒരു ബക്കറ്റ് വീണിട്ട് നിങ്ങളൊന്ന് വന്ന് എടുത്തു തരുമോന്ന് പറഞ്ഞു. പറഞ്ഞവരാരും തയ്യാറായില്ല. കാരണം ഈ കിണറ്റിക്ക് ആരും ഇറങ്ങൂല, അതിനത്ര ആഴുണ്ട്. മൂപ്പർക്ക് ദേഷ്യം പിന്നെയും കൂടി. കിണറ്റിലിറങ്ങാൻ ആളും കിട്ടണില്ലല്ലോ. രണ്ടാമതും ഘടന വരികയാണ്. അപ്പൊ കിണറ്റിന്റെ അടുത്ത് ഇങ്ങനെ വന്നു നോക്കുമ്പോൾ കയറ് കരക്ക അങ്ങനെ കിടക്കണം. അപ്പൊ ഇയാളിങ്ങനെ ആലോചിച്ച് എങ്ങനെ ഇപ്പൊ ഇവിടെ എത്തിയത്? അവരിങ്ങനെ ആലോചിക്കണേനനുസരിച്ച് ആ വന്ന ആള് മുഹമ്മദ് അറ്റേന്നാവോ എന്ന ഒരു തോന്നല് സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ഇങ്ങനെ ആലോചിക്കണേനനുസരിച്ച് ഉറപ്പായി വന്നത് മുഹമ്മദ് തന്നെയാണ്. ലക്ഷണമൊക്കെ നോക്കുമ്പോൾ മുഹമ്മദിന്റെ എല്ലാ ലക്ഷണവും ഉണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉറപ്പായപ്പോൾ ഒരു കാര്യം ചെയ്തു. വാളിങ്ങോട്ട് ഊരിയിട്ട് ഇടത്തെ കൈ പിടിച്ചുകൊണ്ട് വലത്തെ കൈ മുറിച്ചു. മുഹമ്മദിനെ ഇപ്പം ഞാൻ ഇതുകൊണ്ട് അടിച്ചത്, എന്നാൽ എനിക്ക് ആ കൈ വേണ്ടാന്നും പറഞ്ഞു കണ്ട വെട്ടിയത്. 2 കഷ്ണായി. രക്തം ഇങ്ങനെ ഒഴുകി. കിണറിൻകരയിൽ നിന്ന് വെള്ളവും രക്തവും ചേർന്ന് മതിലിനപ്പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങി.
മതിലിന്റെ അപ്പുറത്തുകൂടെ ഇങ്ങനെ രണ്ടുപേര് നടന്നു പോകുമ്പോ രക്തം ഒലിച്ചു വരുന്നത് കണ്ടു. മതിലിന്റെ അപ്പുറത്തേക്ക് എത്തി നോക്കുമ്പോ ഒരാൾ ബോധരഹിതനായി കിടക്കുന്നു. അവർ രണ്ടുപേരും ചാടി വന്നു, വെള്ളക്കെടുത്ത് കുടഞ്ഞു. ബോധം കിട്ടിയപ്പോ മൂപ്പര് നീച്ചുങ്ങാണ്ട് ആ കൈയെടുത്തുങ്ങാണ്ട് മണ്ട. നേരെ ഓടിച്ചെന്നത് ഇലാ ഹദറത്തി ഹബീബിനാ റസൂലുള്ളാഹി, പുന്നാര നബി തങ്ങളുടെ ഹദറത്തിൽ ചെന്നിട്ട് പറഞ്ഞു, മുഹമ്മദേ, നിന്നടിച്ച കൈ എനിക്ക് ആവശ്യമില്ല. അന്നെ ഞാൻ അടിച്ച കൈ എനിക്ക് വേണ്ടാറിഞ്ഞാണ്ട് ആ കയ്യാണ് കൊടുത്തു. നബി തങ്ങൾ ആ കയ്യാണ് വാങ്ങിയിട്ട് ബിസ്മിൻ ചെല്ലിങ്ങാണ്ട് അവിടെ തന്നെ വെച്ചിട്ട് സർഫാക്കപ്പെട്ട ഉമിനീരെടുത്തുങ്ങാണ്ട് ഒന്ന് തേച്ചു കൊടുത്തു. പയമായിരിയായി. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിക്കാൻ തൊള്ളേത്തെ തുപ്പലം പഠിച്ചാൽ മതി. ലോകത്ത് ഇങ്ങനെ ആരാളുള്ളത്? ലോകത്ത് ഇങ്ങനെ ആരാണുള്ളത്? ഇതെല്ലാം ചരിത്രരേഖയാണ്. وبقيسهم وقتادة من عينه ردت بكف المصطفى الحسناء. ഖൈസും ഖത്താദയും രണ്ടും വലിയ സംഭവം. ഖത്താദ റളിയല്ലാഹു അൻഹു കല്യാണം കഴിച്ചു, പെണ്ണെട്ടി കൊടുന്നു. ഭാര്യയുമായി ആദ്യ രാത്രി കൂടിയിട്ടില്ല. അതിനു മുമ്പ് പള്ളിയിൽ നിന്ന് യുദ്ധത്തിന് പോകുക എന്നുള്ള വിളിയാളം കേട്ടു. ഹയ്യാലൽ ജിഹാദ്, യുദ്ധത്തിന് പുറപ്പെട്ടോളി. മൂപ്പര് ഭാര്യനോട് പറഞ്ഞു, പള്ളിക്കൊന്ന് യുദ്ധത്തിന് പോകാൻ വിളിക്കുന്നുണ്ട്, പോവാതിരിക്കാൻ കഴിയൂല, ഞാൻ ഇപ്പൊ വരാം, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാണ്ട് വാളിട്ട് അരയെ തൂക്കിങ്ങാണ്ട് പോയി. യുദ്ധത്തിന് ചെന്ന് നോക്കുമ്പോ വെട്ടല്ല, അമ്പെയ്ത്താണ് പ്രധാനമായിട്ട് നടക്കണേ. മൂപ്പരടുത്തുള്ളതൊരു വാളുമാണ്. അപ്പം ഇങ്ങനെ നോക്കിയപ്പോൾ മൂപ്പർക്ക് തോന്നി, അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കല്ലിന്റെ മേലെങ്ങനെ ഇരിക്കുന്നുണ്ട്. ദൂരന്ന് ഉന്നുള്ള ആരെങ്കിലും ഒരാള് അമ്പെയ്തിട്ട് നബിതങ്ങളെ മേത്തെങ്ങാനും അത് കൊണ്ടാലേ പിന്നെ എന്തിനാ ഈ ഖത്താദ ജീവിച്ചിരിക്കണത്? ഒരു കാര്യം ചെയ്യാം, മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കണേന്റെ മുന്നിൽ മറയായിട്ട് ഇങ്ങനെ നിൽക്കാം. അമ്പേതായാലും എൻ്റെ അടുത്തില്ല, എന്നാ ഒരു പരിചെങ്കിലും ആയിക്കോട്ടെ, കൊള്ളാണെങ്കിൽ എനിക്ക് കൊണ്ടോട്ടെ എന്ന് തീരുമാനിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കണേന്റെ മുന്നിൽ ചെന്നിട്ട് മറയായിട്ട് ഇങ്ങനെ നിന്നു. മൂപ്പര് പ്രതീക്ഷമായിരിയാണ്. അമ്പ് വന്നു, തറച്ചു. തറച്ചത് ഖത്താദയുടെ കണ്ണിലായിരുന്നു. അതിങ്ങനെ പറിച്ചിങ്ങനെ എടുത്തപ്പോൾ അതിൻ്റെ ഒപ്പം കണ്ണിന് പോന്നു. ആ കണ്ണിങ്ങനെയാണ് കയ്യിൽ പിടിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുന്നുണ്ട്. അവിടേക്ക് ഇങ്ങനെ തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു, അള്ളാന്റെ റസൂലേ, ഞാൻ പുതിയ പെണ്ണെട്ടിയതാണ്, എങ്ങനെ ഞാൻ കണ്ണില്ലാതെ എൻ്റെ പെരേക്കാണ് പോവുക? എനിക്ക് എൻ്റെ കണ്ണിന് വേണമെന്ന് പറഞ്ഞു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഖത്താദ, നിങ്ങൾക്ക് ഈ ഒരു കണ്ണിന് പകരമായി നാളെ സ്വർഗത്തിലെ 2 കണ്ണ് പോരെയോ ഖത്താദ എന്ന് ചോദിച്ചു. ഖത്താദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, പുതിയ പെണ്ണെട്ടിയതാണ്, എൻ്റെ പെണ്ണുങ്ങൾ ഞാൻ വരുന്നതും കാത്ത് പെരയിലിരിക്കുകയാണ്, കണ്ണില്ലാതെ പോകാൻ പറ്റില്ല, അതുകൊണ്ട് എനിക്ക് ഈ കണ്ണ് മടക്കി കിട്ടും വേണം. പിന്നെ ഇപ്പോൾ സ്വർഗത്തിൽ 2 കണ്ണ് തരാമെന്ന് ഇപ്പം നിങ്ങൾ പറഞ്ഞില്ലേ, അതിപ്പോൾ ഏതായാലും എനിക്ക് വേറെ കിട്ടും വേണം എന്ന് പറഞ്ഞു സയ്യിദുനാ ഖത്താദ റളിയല്ലാഹു അൻഹു. നിങ്ങൾ ഏതായാലും തരാമെന്ന് പറഞ്ഞതാണ്, അതെന്തായാലും തരണം. ഈ കണ്ണ് ഇവിടുന്നും തരണം എന്ന് പറഞ്ഞു. ആ കണ്ണിന് വാങ്ങിങ്ങാണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞാണ്ട് അവിടെ വെച്ചിട്ട് ശറഫാക്കപ്പെട്ട ഉമിനീരെടുത്ത് തേച്ചു കൊടുത്തു. ഖത്താദ റളിയല്ലാഹു അൻഹു പറയുന്നു, എനിക്ക് ആ കണ്ണിന് പിന്നെ ചെങ്കണ്ണ് പോലും ബാധിച്ചിട്ടില്ല. സ്നേഹിക്കണമെങ്കിൽ ആദ്യം പഠിക്കണം വേണ്ടത്. അറിയാത്തൊരു സാധനത്തെ ഒരിക്കലും സ്നേഹിക്കാൻ പറ്റൂല. സ്നേഹിക്കണമെങ്കിൽ ആദ്യം പഠിക്കണം, നല്ല സ്നേഹിക്കാൻ പറ്റുക തന്നെ.